നമസ്കാരം. അങ്ങനെ ഒരു ആറ്റുകാൽ പൊങ്കാല കൂടെ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം, അമ്മയുടെ അനുഗ്രഹം എന്ന് മാത്രം കരുതുകയാണ്. ഇത് 3ാമത്തെ തവണയാണ് ഞാൻ പൊങ്കാല സമർപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും വ്ളോഗിൽ പറയാറുള്ളത്, ഈ ഒരു പൊങ്കാല ടൈമിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നതും മിസ് ചെയ്യുന്നതും എൻ്റെ അമ്മമ്മയാണ്. കാരണം അമ്മമ്മയാണ് എല്ലാ വർഷവും മുടങ്ങാതെ, എനിക്ക് തോന്നുന്നു ഞങ്ങളെ വിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് ഒരു 2 വർഷം മുമ്പ് വരെ അമ്മമ്മ സ്ഥിരമായിട്ട് പൊങ്കാല ഇടുമായിരുന്നു. അത് ഞങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ ഇടുമായിരുന്നു. അപ്പോൾ ആ അമ്മമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് ഞാൻ കൊച്ചുമോളെന്ന രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും, ഇന്ന് പൊങ്കാല ഇടുന്നവർക്കും ഇടാൻ പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാത്തവർക്കും ഒക്കെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പതിവ് തെറ്റിക്കാതെ ഇന്ന് ഞങ്ങൾ അരോമയിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. അരോമയിൽ എല്ലാ സൗകര്യങ്ങളും പ്രമോദ് ചെയ്ത് തരാറുണ്ട്. ഞങ്ങൾ അമ്മയുണ്ട്, ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ബാക്കി 4 പേരും കൂടെ ഉണ്ട്. സൂര്യ ചേച്ചിയുണ്ട്, സവിത ചേച്ചിയുണ്ട്, സ്വപ്ന ചേച്ചിയുണ്ട്, സ്വപ്ന ചേച്ചിയുടെ അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും ഒരേപോലെ, അപ്പോൾ എല്ലാ വർഷവും വരുമ്പം ഞങ്ങളുടെ ഗുരുസ്വാമി എന്നാണ് ചാന്ദിനി ചേച്ചിയാണ് കേട്ടോ. ചാന്ദിനി ചേച്ചിയാണ് ആദ്യമായിട്ട് ഞാൻ പൊങ്കാല ഇടുമ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പോൾ ചാന്ദിനി ചേച്ചി അവരൊരു ഗ്യാങ് ആയിട്ടാണ് വരുന്നത്. അവരെല്ലാം ഒരേമാതിരി സെറ്റ് മുണ്ടൊക്കെ എടുത്തൊരു യൂണിഫോമിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഇൻസ്പയർഡായിട്ട് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പൊങ്കാല ഇട്ടിട്ട് പോയപ്പോൾ പറഞ്ഞു, നമുക്ക് ഇത്തവണ യൂണിഫോം വേണം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരേപോലത്തെ സെറ്റ് മുണ്ടൊക്കെ മേടിച്ച് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് ബാക്കി പൊങ്കാല വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. ഇന്ന് ചെറുതായിട്ട് സൗണ്ട് അടച്ചിരിക്കുകയാണ്, സുഖമില്ലാതെ ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ പൊങ്കാല ഇടുന്നതോടുകൂടി എല്ലാ അസുഖങ്ങളും അമ്മ മാറ്റി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇത് കാണുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പൊങ്കാലയിലേക്ക് കടക്കാം. പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 6 പേരും ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ യൂണിഫോം ഒക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ താങ്ക്സ് ടു AR ഹാൻഡ്ലൂംസ് എന്നാണ് നമ്മളെല്ലാവരും സെറ്റുമുണ്ടൊക്കെ എടുത്തത്. അപ്പോൾ അവർക്ക് ഈ ഒരു അവസരത്തിലും നന്ദി പറയുകയാണ്. പിന്നെന്താ, അമ്മയുണ്ട്, സ്വപ്ന ചേച്ചിയുടെ അമ്മയുണ്ട്, സൂര്യ ചേച്ചിയുണ്ട്, സ്വപ്ന ചേച്ചിയുണ്ട്, സവിത ചേച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പതിവ് തെറ്റിക്കാതെ ഞങ്ങളൊരു ആർവർ സംഘം എത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ ഫ്ലാറ്റിൽ. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പൊങ്കാല സമർപ്പിക്കുന്നത്. വരാൻ പറ്റാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാമല്ലേ ഈ വർഷം. അടുത്ത വർഷവും അതപ്പോൾ ഓരോ വർഷം വരുമ്പോൾ നമ്മൾ പറയും, ഓരോ പോരായ്മകൾ നമുക്ക് തോന്നും, അയ്യോ ഇന്ന് അതും കൂടെ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇതും കൂടെ വെക്കാമായിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ അനുഗ്രഹിച്ചാൽ അടുത്ത വർഷവും നമുക്ക് വരാൻ ഒരവസരം, അനുഗ്രഹവും നൽകണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഉഷാറായിട്ട് നമുക്ക് പൊങ്കാലിടാം. ഓക്കെ, ശരി. യെസ്. അങ്ങനെ ഞങ്ങളുടെ ഗുരുസ്വാമി, ഞാൻ നേരത്തെ പറയായിരുന്നു, ചേച്ചിയാണ് ആദ്യമായിട്ട് ഞാൻ പൊങ്കാല ഇടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷനും തന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി നേരത്തെ ലിഫ്റ്റ് കണ്ടപ്പോൾ ചോദിച്ചു, ഇപ്പം നീ ഗുരുസ്വാമി ആയല്ലോ. ഞങ്ങൾക്ക് ഒരിക്കലും ഓരോ പ്രാവശ്യം വരുമ്പോൾ ചേച്ചി അത് ചോദിക്കുമ്പോൾ, അയ്യോ ശരിയാണല്ലോ, അത് എടുത്തില്ലല്ലോ. ചേച്ചി എത്രാമത്തെ പ്രാവശ്യം ഇടുന്നത്? ഞാൻ എൻ്റെ 7ാമത്തെ
രണ്ടാമത്തെ പൊങ്കാലയായി. അപ്പം ഇവരെ ശരിക്കും നോക്കി പുറകോട്ട് നോക്കിയാൽ അറിയാം, ഒരു ഭയങ്കര ഞങ്ങളുടെ ഫുൾ ടീം ഗ്യാങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരേപോലെ ഡ്രസ്സൊക്കെ ചെയ്ത്. അല്ല, എനിക്കൊന്ന് നിങ്ങളൊരു തീർത്ഥാടന മൂഡിലാണ്. ഞങ്ങള് ഈ പ്രാവശ്യം കൊട്ടാരം ഗണപതി, പുറത്രേശൻ, ചോറ്റാനിക്കര, വൈക്കം, അങ്ങനെ അമ്പലങ്ങൾ കയറിയാണ് ഇന്നലെ. പിന്നെ നമ്മുടെ തിരുവട്ടാർ ആദി യേശു പെരുമാൾ ടെമ്പിൾ അവിടെയൊക്കെ പോയി. അത് ശരി. അങ്ങനെ ഒരുവിധം ഞങ്ങൾ എല്ലാ അമ്പലങ്ങളും കവർ ചെയ്യും. പാലക്കാട് നിന്ന് ആലോചിക്കണം, നമ്മള് എവിടേക്കോ ആൾക്കാരുണ്ട്, ഇവിടെയുള്ള ആൾക്കാർ തന്നെ പലരും പൊങ്കാലിടാൻ പറ്റാത്തവരുണ്ട്. സത്യം, ഇവരൊക്കെ ഇത്രയും വർഷമായിട്ട് പാലക്കാട് നിന്ന് ഒരു വണ്ടി നിറച്ച ആളാണ്. ഞങ്ങൾ ആദ്യം ഇവിടെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ചേച്ചി എത്തിയോ? കാരണം അവര് കാണാനും നമുക്ക്, ഞാൻ പറയും എല്ലാ ദിവസവും വിളിക്കുന്ന ആൾക്കാരല്ല, പക്ഷേ ഈ വർഷവും കാണുമ്പോൾ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും പങ്കുവയ്ച്ചാൽ വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ചേച്ചി ഈ കൊല്ലവും വളരെ ഭംഗിയായിട്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പൊങ്കാലയിട്ട് തീർച്ചയായും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കൂടുതൽ ആൾക്കാർ നിൽക്കാനുണ്ട്. അതെ, നമ്മള് പുറത്ത് പോയപ്പോ ഒരുപാട് അല്ലേ. അതെ, എല്ലാ പ്രാവശ്യത്തെക്കാട്ടി തിരക്കുകൾ കൂടുതലുണ്ട്. അമ്പലങ്ങളിലാണേലും എല്ലാം തിരക്കാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിരുന്നു, രാവിലെയാ പോയത്. പക്ഷെ 5:30 ചെന്നിട്ട് പോലും 10 മണിയായിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ അത്രയും ആൾക്കാർക്ക് ഇടാൻ സാധിക്കട്ടെ, അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ഉഷാറാവട്ടെ. അടുത്ത വർഷവും അമ്മ അനുഗ്രഹിച്ച തീർച്ചയായിട്ടും നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളുടെ ഗുരുസ്വാമിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഫോട്ടോ. Thank you.
അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പൊങ്കാലയൊക്കെ വേദിച്ചു. ഇനിയും തെളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു 2:30-2:45 ആ സമയമൊക്കെ ആവും തളിക്കാനാവും. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല ചൂടൊക്കെ കാരണം എല്ലാവരും റെസ്റ്റിങ്ങിന് പോയി. ഞാനിവിടെ കാവൽക്കാരിയുടെ പോലെ ഇവിടെ എല്ലാം നോക്കിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം, സംതൃപ്തിയോടു കൂടിയാണ് ഈ വർഷവും പൊങ്കാലയിടാൻ സാധിച്ചത്. പിന്നെ എല്ലാവരും ഒന്നിച്ച് നമ്മളൊരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഇനിയും വരും വർഷങ്ങളിലും അമ്മ അനുഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അമ്മ നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ടാവും, അവരുടെ ആഗ്രഹങ്ങളുണ്ടാവും. അതെല്ലാം പൊങ്കാലയിലൂടെ സമർപ്പിക്കുകയാണ് അമ്മയ്ക്ക്. എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു തരട്ടെ അമ്മ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പൊങ്കാല തളിച്ചു കഴിഞ്ഞാൽ പോയി ഭക്ഷണം കഴിക്കണം. വിശക്കുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. വെള്ളം കുടിച്ചു, തണ്ണിമത്തനൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ചു. പക്ഷെ ഭക്ഷണം ഇനിയിപ്പം ഇന്ന് 3 മണി തൊട്ട് ഗ്രഹണമാണ്. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കണമെന്നാണ്. അത് കഴിഞ്ഞാൽ ആ ഒരു 3 മണി തൊട്ട് 7 മണി വരെയുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമുക്ക് നേദിക്കാതെ നമുക്കൊന്നും കഴിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു. അതൊരു വലിയ സന്തോഷം. നിങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും എനിക്കൊന്ന് ഇവിടെ വന്ന് കണ്ട എല്ലാവരും ചോദിച്ചത് എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട്. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു, പേടിച്ചു പോയി വാർത്തകളൊക്കെ കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ അത്
അങ്ങനെ എല്ലാവരും പറയുമ്പോൾ നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് വലിയ ആ ഒരു സ്നേഹത്തിനും സന്തോഷത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഭഗവതി കേട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം നമുക്ക് വരാൻ സാധിച്ചത്. ഇനി വരും വർഷങ്ങളിലും നമുക്ക് ഇതുപോലെയൊക്കെ കാണാനും ഇതുപോലെ കൂടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.